അങ്ങനെ ഗൈസ് ഞാനിതാ എൻ്റെ ഫോളോവറെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സ്ഥലം എന്നറിയില്ല. ഇതൊരു ബസ്സിൻ്റെ പേര് പറഞ്ഞെന്ന് തമിഴാണ്. മലയാളം നമ്മളോട് തമിഴ് പറഞ്ഞ മനസ്സിലാ. പഠിച്ചെന്നെ കയറട്ടെ. വായ കിട്ടാത്ത പേരും കൊണ്ട് ഓരോരുത്തരോടും ഞാൻ വഴിയും ബസ്സിൻ്റെ പേരും ചോദിച്ച് നടക്കാണ് കേട്ടോ. അവിടെ ബസ്സിന് പേരൊന്നല്ല, ഓരോ നമ്പറാണ് കേട്ടോ. 91, 92 എന്നൊക്കെ പറഞ്ഞിട്ടേ. അങ്ങനെ ഓരോ വ്യക്തികളോട് ചോദിക്കുമ്പോൾ ഇവർ പറയും ഞങ്ങൾക്ക് അറിയില്ല, തമിഴല്ലേ, തമിഴിട്ട് പറയാൻ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഇതാക്കണേ. ഏതായാലും പറഞ്ഞും ചോദിച്ചും അവിടെ എത്താനായിട്ടോ. ഫൈനലി ഞാൻ എത്തിയിട്ടുണ്ട് നമ്മളെ നാട്ടുകാരൻ്റെ അടുത്ത്, തമ്മിൻ്റെ ഫോളോവർ അടുത്ത്. ചെന്നൈയിൽ നിന്ന് ഒരുപാട് ദൂരം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പം നമുക്ക് പോയൊക്കെ നേരെ ഏട്ടൻ്റെ മുന്നിൽ ഉണ്ടാക്കണം. ഞാൻ തേടി പിടിച്ച് ഇവിടെ എത്തി ഹോട്ടലിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കണം. അടിപൊളി ഹോട്ടൽ തന്നെയാണ് കേട്ടോ. മാത്രമല്ല നമ്മൾ ചെന്നൈയിലൊക്കെ വരുമ്പോൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നാൽ നമ്മളൊരു എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളാണ് ഇവിടെ ഉണ്ടാവും. ചൈനീസ് ഫുഡുകളുണ്ട്, എന്താ പറയുക, ഇപ്പോൾ നല്ല സെറ്റപ്പാണ്, നല്ല നീറ്റ്, നല്ല എല്ലാ വകയും ഇവിടെ. ഒരു പേടി പേടിക്കണം. ഞാൻ വരുന്ന വഴി വെള്ളം കുടിക്കാൻ പോലും പേടിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പേടി നമുക്ക് പേടിക്കേണ്ട. ചെന്നൈയിൽ വരുമ്പോൾ ഈ ഹോട്ടലിൽ വന്ന ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. എൻ്റെ പേര് ഇപ്പം ഞാൻ മറന്നു, കൂടി നോക്കട്ടെ ഇപ്പോൾ സ്ഥലത്തേക്ക്. ചെന്നൈയിൽ പോയാൽ ഒരു ഫുഡും നമുക്ക് കഴിക്കാൻ കഴിയില്ല കേട്ടോ. അത്രയ്ക്ക് മോശമാണ്. അപ്പോഴതാകണേ നമ്മളൊരു മലയാളീൻ്റെ ഹോട്ടൽ കണ്ട്. എന്താ നീറ്റ്നെസ് അറിയില്ലേ. മലയാളി എന്നൊരു മലയാളി തന്നെയാണെന്ന് അവിടെ എത്തിയപ്പോൾ മനസ്സിലായി. സ്പെഷ്യലുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മെനു തന്നു പോയിട്ടുണ്ട്. ഇതിന് സൂപ്പുകളുണ്ട്, സാലഡുകളുണ്ട്, എന്താണ് അറേബ്യൻ്റെ എന്തൊക്കെ ഫുഡുകളുണ്ട്, തന്തൂരി ഡിഷസ് ഉണ്ട്, എന്തുള്ള ഷവർമ ഉണ്ട്, ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ട്, മട്ടൻ്റെ ഐറ്റംസ് ഉണ്ട്, സീ ഫുഡ് ഉണ്ട്, വെജിറ്റബിൾ ഉണ്ട്, നോൺ വെജ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, വെജ് നൂഡിൽസ് ഉണ്ട്, തന്തൂരി റൊട്ടീസ് ഉണ്ട്, ചിക്കൻ മസാല, മട്ടൺ മസാല, പിന്നെന്താ സീ ഫുഡ് മസാല, എഗ്ഗിൻ്റെ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് തന്നെ ഈ ഫാമിലി റെസ്റ്റോറൻറ്റിൽ കിട്ടുട്ടോ. സംഭവം എന്താ കഴിക്കണതെന്ന് എനിക്കെന്നറിയില്ല. ഒരുപാട് ഐറ്റംസ് കണ്ടുകൊണ്ട് തന്നെ എന്ത് സെലക്ട് ചെയ്യണം എന്നറിയില്ല. എന്തായാലും ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മലയാളീസ് ആരും വന്നാലും നമ്മളെ ഈ ഹോട്ടലിൽ കയറാൻ മറക്കണ്ട. ഒന്നാമത് കൊടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല നീറ്റാണ് ഈ ഹോട്ടൽ കേട്ടോ. എത്തിയ ഉടനെ തന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ് കൊണ്ടുവന്നു കേട്ടോ. അവിടുത്തെ ജാസൂനിത് കണ്ടെന്നോണം വരണം. ജാസു അങ്ങോട്ടോ കടി അടിപൊളി. ഇത് അൽഫാമാണ്, പേരൊന്നും വെച്ചില്ല. നല്ല രസം തിന്നാനാവുമോ, എന്തോ രസം. ഇത് അൽഫാമൊന്നല്ല, ഇതിൻ്റെ പേര് തന്തൂരിക്ക് മാറിപ്പോയി. ഞാൻ അൽഫാമൊന്നും തിന്നില്ല, തന്തൂരിയും തിന്നില്ല, അതുകൊണ്ടാവും. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അതിൻ്റെ പേര് തന്തൂരി. വെറുതെ എത്ര രസം. അപ്പം മലയാളീസ് വരുമ്പോൾ എന്തായാലും ഇവിടെ കയറി ഫുഡ് കഴിക്കാൻ മറക്കണ്ട. അടുത്ത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അടിപൊളി രസമുണ്ട്. ഇതാണ് ഞാൻ